കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ചു. ആ എനിക്കറിയാം അവസാനം നീ എൻ്റെ അടുത്ത് തന്നെ വരുമെന്ന് എനിക്കറിയാം. ഇടേ ഭൂമി ഉരുണ്ടതല്ലേ, നിങ്ങൾ എങ്ങനെ തലകുത്തി മറിഞ്ഞാലും ഈ കാര്യം നേടിത്തരണമെങ്കിൽ ക്ലീറ്റസ് തന്നെ മനസ്സ് വെക്കണം. ഇത് അവസാനം എൻ്റെ അടുത്ത് തന്നെ വരുമെന്ന്. ഇല്ലില്ല എടേ നീ, ഞാൻ ചോദിച്ചോട്ടെ, നീ എന്തുകൊണ്ടാണ് നേരത്തെ ഇത് എൻ്റെ അടുത്ത് ഒരു വാക്ക് പറയാത്തത്? അല്ല അതല്ല, നിനക്ക് എന്നിലുള്ള ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ അല്ലേ? അപ്പം ക്ലീറ്റസ് വിചാരിച്ചാൽ പലതും നടക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. എനിക്കറിയാം ഇത് അവസാനം കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ വരുമെന്ന്. എടേ നീ പറയണ പോലുള്ള കാര്യങ്ങൾ നീ അമ്പളിക്കുട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്തായി? നടക്കൂല, വിഷമിക്കണ്ട, ഞാൻ ഏറ്റെടുത്തിരിക്കണം നിന്റെ കേസ് കേട്ടാ. ചെയ്തു തരാം. നീ പറഞ്ഞാടാ ശരി. എന്താ ആദ്യം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തോന്നു? എൻ്റെ ചീരകൃഷിയുടെ വെള്ളത്തിന്റെ കാര്യം. ഏത് ചീരകൃഷി? ഒന്നും അറിയാത്ത പോലെ തങ്ക പറഞ്ഞില്ലല്ലോ. അതൊക്കെ ഞാൻ അറിഞ്ഞു. ഇവിടെ ഏതോ വലിയ ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് എന്തായി? അല്ല അത് അവൻ ശരിയാക്കി തരുന്ന കരുതിയിട്ടാണ്. പക്ഷെ അവനെ കൊണ്ടൊന്നും പറ്റില്ല. അത് രാഷ്ട്രീയക്കാരനെ വിചാരിച്ചാലും തിരിച്ചറിവ് ഇപ്പോഴെങ്കിലും അമ്മാവൻ ഉണ്ടായല്ലോ. ഞാൻ ആലോചിക്കരുത് എന്തുകൊണ്ട് അമ്മാവൻ എന്നോട് ഇതൊരു വാക്ക് പറഞ്ഞില്ല എന്നുള്ളത്. അല്ല അത് ഇല്ലില്ല, അത് പോട്ടെ, അത് അമ്മാവന് പറ്റിയ വീഴ്ച. അല്ല എൻ്റെ അളിയൻ വന്നിട്ട് എന്തേ ഒരു പുണ്ണാക്കും നടന്നില്ലല്ലോ. അപ്പോൾ എന്താണ്, ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ജോലി എന്താണ്? കറണ്ടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതാണ് അവൻ്റെ ജോലി. ഞാൻ ആരാണ്? ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ തന്നെ പൊതുജനങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആൾ. അപ്പം അത് ഞാനല്ലേ പരിഹരിക്കണം. എനിക്ക് ചോദിക്കാനും പറയാനും എൻ്റെ മരുവൻ രാഷ്ട്രീയ നേതാവും കുറെ അണികളും ഉണ്ട് എന്ന് അവൻ അറിയണം, തെണ്ടി അറിയണത്. അല്ല ഞാനിത് എവിടെ വരെ പോകുന്ന ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ക്ലീറ്റസിനെ അറിയാലോ, ആ കുളം പൊതുവായിട്ടുള്ള കുളമാണ്. വർഷങ്ങളായിട്ട് ഞാനും ആ വളപ്പുകാരും ഒരുമിച്ചാണ് അതിൽ വെള്ളം ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ ഈ രാമേന്ദ്രൻ എന്ന് പറയണ തെണ്ടി വെള്ളം മുഴുവൻ അവെടുത്തിട്ട് ഔദാര്യം പോലെ എപ്പോഴെങ്കിലും നൂല് പോലത്തെ വെള്ളമാണ് എനിക്ക് വിട്ടുതരുന്നത്. അത് പണ്ടത്തെ പോലെ ആ കുളത്തിലത്തെ വെള്ളം അവനും കിട്ടണം, അവ എത്ര എടുക്കണോ അത്ര വെള്ളം എനിക്കും കിട്ടണം. അല്ലാണ്ട് വിട്ടു കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ അമ്മാവ, ഇതിനെല്ലാം ഒരു നയമുണ്ട്. രാഷ്ട്രീയക്കാരുടെ നയപരമായ ഒരു ഇടപെടലുണ്ട്. അത് അങ്ങനെ ആൾക്കാരുമായിട്ട് ഇടപെട്ടാലേ ഇത് നടക്കൂ കേട്ടാ. അത് ഇവനറിയാം, അവനൊരു പുണ്ണാക്കും അറിയില്ല. എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്ന പോലെ ചെയ്യാന്ന് പറഞ്ഞാൽ പോരാ, അമ്മാമനാണ് എന്നുള്ള ഓർമ്മയില് പെട്ടെന്ന് ചെയ്യണം. അതെ അമ്മാവ, എന്താ വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പം നാളെ മറ്റന്നാളൊക്കെ കുറെ പരിപാടികൾ കിടപ്പുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം. ഇങ്ങനെ പറയല്ലേ, ഇത് ചീരയാണ്, വെള്ളം കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ കരിഞ്ഞു പോവത്. ഇന്ന് തന്നെ വന്ന് പരിഹരിക്കേ. ഇപ്പൊ ഇങ്ങനെ ഒരു അമ്മാവൻ വന്നിന്ന് അപേക്ഷിക്കുമ്പോ എങ്ങനെ ഞാനത് ഉപേക്ഷ വിചാരിക്കും? ഞാൻ നോക്കട്ടെ, ഇന്ന് വൈകിട്ട് കുറച്ച് അങ്ങനെ എടുപിടി, അതൊക്കെ എന്റെ ജോലിയല്ലേ. അമ്മ ഒന്നും അറിയണ്ട, ഇന്ന് രാത്രി അമ്മ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. പ്രശ്നം ഇന്ന് ഞാൻ പരിഹരിച്ചു തരും. ചെല്ല്, ധൈര്യമായിട്ട് ചെല്ല്. പിന്നെ തങ്ക അകത്തുണ്ട്, അവിടെ എന്തോ കാപ്പിയൊക്കെ ഉണ്ടാക്കണം, കഴിച്ചിട്ട് പോ. ഉപ്മാവ് ഉണ്ടാവും, മിക്കവാറും നല്ല ഉപ്മാവ്. വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. എന്നാ പിന്നെ ചായ കുടിച്ചിട്ട് പോ. കട്ടണ കാണും കേട്ടാ. ഒന്നും ഇറങ്ങില്ല. അപ്പൊ നീ ഒന്ന് വന്നാ കാര്യം ശരിയാക്കി താ. എന്നാ പിന്നെ നാളെ പോലും എല്ലാം കഴിച്ചു തുടങ്ങി. ഇന്നോട് സമാനമായിട്ട് ഉറങ്ങി. ഞാൻ അവനെ ചെന്ന് കണ്ടെന്നാലും പറഞ്ഞിട്ട് വരാം. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ക്ലീറ്റ വിചാരിച്ച ഇവിടെ ഒന്നും നടക്കൂല. അവസാനം ആകുമ്പോ എല്ലാം നേരെ നമ്മളെ കാലില് കീഴിലോട്ട് തന്നെ വരും. എന്തോന്നറി പൊതിച്ചതാ ഇത്. ഞാൻ ഒരു ജോലി ചെയ്തോണ്ട് ഇങ്ങനെ കണ്ടില്ലേ, പിന്നെ പത്രം ആര് വായിക്കും? മേശപ്പുറത്ത് കറി എങ്ങനെ വരും? ആരെടുത്ത് തിന്ന? ഞാനിത് തിന്നണ്ടാന്ന് വെച്ചു. പ്രശ്നം തീർന്നല്ലോ. എന്നാ പിന്നെ ഇന്നും അങ്ങോട്ട് അങ്ങനെ ചെയ്താ പോരെ? എവിടെ അളിയാ? എനിക്ക് ജോലി ഉണ്ടല്ലേ. നീ പറഞ്ഞാലും ജോലിയുള്ള ആളല്ലേ. നീ ലൈൻമാൻ അല്ലേ? അല്ല, പോസ്റ്റ്മാൻ. നീ മറ്റേ പൊതുപ്രവർത്തനമൊക്കെ ഇറങ്ങി തുടങ്ങി പറഞ്ഞിട്ട് അമ്മാവന്റെ കേസ് പരിഹരിക്കാൻ പോയിന്നോ എന്തരായി? എന്നിട്ട് അതിനൊരു ആരെങ്കിലും വേണ്ടേ, ചോദിക്കാനും പറയാൻ ആള് വേണ്ടേ? അമ്മാവൻ വലിയ സങ്കടത്തോടൊന്നും എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഞാൻ നമ്മുടെ എയോട് പറഞ്ഞു, പി സാറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ സാറിന്റെ ഒരു അകന്ന ബന്ധുവായിട്ട് വരും തോന്നുന്നു പുള്ളി. ഞാൻ പറഞ്ഞു, സാറ് നമ്മുടെ ഭാഗത്താണ് ന്യായം, അപ്പൊ നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ. ഞാൻ അപ്പൊ പുള്ളി പറഞ്ഞ ഞാൻ സംസാരിച്ച് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ഇന്ന് എന്തായാലും ഒരു തീരുമാനമാവും. എന്ത് വിഷോ? ഒന്നുമില്ല, നീ വിചാരിച്ചൊന്നും നടക്കില്ലല്ലോ.
ആ എന്താ അമ്മാവ? എന്താ കാട്ടി നീ? ഇത്ര പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ പ്രശ്നം പരിഹരിക്കുന്നത്? ഹാ, പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞ പ്രശ്നം പരിഹരിച്ചല്ലോ. അതിങ്ങനെയാണോ പരിഹരിക്കാൻ? അതെ, ഞങ്ങളെ രാഷ്ട്രീയക്കാര് ചെയ്യണതേ പറയൂ, പറയണതേ ചെയ്യൂ. ഞങ്ങൾക്ക് ഒരു വാക്കും ഒരു പ്രവൃത്തിയേ ഉള്ളൂ. കാര്യം പറഞ്ഞത് അന്നോടന്നെ വന്ന് പറഞ്ഞില്ലോടാ ഞാൻ. നീ കുറെ ദിവസമായിട്ട് പരിഹരിക്കാൻ നടന്നില്ലല്ലോ. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾ അത് പരിഹരിച്ചു കൊടുത്തില്ലേ? ഇവിടെ പറഞ്ഞിരുന്നോ? ആ അവനോട് പറഞ്ഞോടാ ഞാൻ നടക്കുന്ന എങ്ങനെയാ തെണ്ടി പരിഹരിച്ചെന്ന് ചോദിക്കും. ഞാനത് ഒരു വിധം ശരിയായിക്കൊണ്ട് വന്നേലും ഇപ്പൊ എന്താ പറ്റിയത്? അളിയാ, മറ്റേ ആ അടുത്ത വസ്തുക്കാരൻ അമ്മാവന് വെള്ളം കൊടുക്കൂലെന്നുള്ള വെല്ലുവിളിച്ചാണല്ലോ. അമ്മാവന് കിട്ടാത്ത വെള്ളം അയാൾക്ക് കിട്ടണമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഇന്നലെ രാത്രി ഞാനും എന്റെ പിള്ളേരെ കൂടെ ചെന്ന് ആ കുളം അങ്ങ് മൂടി. അപ്പൊ എന്റെ ചീര കൃഷിയോ? അമ്മാവന്റെ ഉണക്ക ചീര കൃഷി അത് പോയി പോട്ടെ അമ്മാവാം. പക്ഷെ അവന്റെ വാഴ കൃഷി ളിയാ അടിപൊളി. അതാണ്. Alien versus Alien.